കൈക്കുഴിയുടെ ഇറക്കം എന്ന് പറഞ്ഞാൽ 7 ഇഞ്ച്. അതേ അളവ് തന്നെ ഇവിടെ മാർക്ക് ചെയ്യുന്നു. നമുക്കൊരു ലൈൻ വരച്ച്, ഞാൻ ഓൾറെഡി ലൈൻ വരച്ചിട്ടുണ്ട് ഇവിടെ. അത് കഴിഞ്ഞ് നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്യാം. ഒരു 38 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരു ഭിത്തിക്ക് വേണ്ടിയാണേ. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇതിപ്പോൾ ചെസ്റ്റ് അളവിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 9.5 കിട്ടും. 9.5 പിടിച്ച് അത് കഴിഞ്ഞ് 1 ഇഞ്ച് കൂടെ താഴ്ത്തുമ്പോൾ ഇവിടെ മാർക്ക് ചെയ്യും. പിന്നെ ഇവിടെയാണ് ഇതാണ് 9.5. ഇവിടുന്ന് വരെ എടുത്ത് 9.5. അത് കഴിഞ്ഞ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇത് മാർക്ക് ചെയ്തിരിക്കുന്നു. ഇത് കഴിഞ്ഞ് നമുക്കിനെ കൈക്കുഴിയായിട്ട് വരയ്ക്കാം, ആം ഹോളും കയറി വെച്ചിട്ട്. നമ്മൾ കയറി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഈ സ്റ്റിച്ച് ഇവിടാണ് മുട്ടേണ്ടത്. ഇവിടുന്നേ മുട്ടരുത്. ഈ ലൈനിൽ ഈ കർവ് വരയ്ക്കുമ്പോൾ ഇവിടെ കൊണ്ടാണ് മുട്ടേണ്ടത്. ഇത് നമ്മുടെ ഇത് ആണ്, ഇവിടാണ് കറക്റ്റായിട്ടുള്ളത്. ഇത് നമ്മൾ തയ്യൽ സ്റ്റിച്ചിങ് അലവൻസ് ഇട്ടേക്കുന്ന 1 ഇഞ്ച്. അപ്പോൾ ഇവിടെയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പം നമ്മളിത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാണ്. ഇതിനു മുമ്പേ ഇവിടെ വന്നിട്ട് ജോയിൻ ആകരുത്. നമ്മളിവിടെ പ്രത്യേകിച്ച് ബാക്ക് ആം ഹോൾ ആയതുകൊണ്ട് ആ രീതിയിൽ ചെയ്യാവൂ. അത് വരയ്ക്കാം. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ വരച്ച് ഇങ്ങനെയാണ് ആം ഹോൾ വരുന്നത്. കണ്ടോ? നമുക്കിനി ചെസ്റ്റിൻ്റെ അവിടെ എടുക്കാം. 14 ഇഞ്ചാണ്. ഇതിപ്പോൾ ചെസ്റ്റിൻ്റെ മാർക്കിങ് വരുന്നതന്നെ 14 ഇഞ്ച്. ഈ 14 ഇഞ്ചിൻ്റെ അവിടെ നമ്മൾ 9.5 ഇഞ്ച് 9.5 ഇഞ്ച് 1 ഇഞ്ച് തയ്യൽ തുമ്പും അത് മാർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഷോൾഡറിൻ്റെ സ്ലിറ്റിൻ്റെ അളവ് എടുക്കണം. സ്ലിറ്റിൻ്റെ അളവ് 20 ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഈ 20 ഇവിടെയാണല്ലോ നമ്മൾ ഇത് ഇവിടെ നിന്നുള്ള ലെന്ത് എടുത്ത് 20 സ്ലിറ്റിൻ്റെ അളവ്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് 10.5 ഇഞ്ചാണ് സ്ലിറ്റിൻ്റെ അവിടെയുള്ള വിത്ത് എടുക്കുന്നത്. 1 ഇഞ്ച് 3/4 ഇഞ്ചോ തയ്യൽ തുമ്പ് ഇടുന്നു. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നു. പിന്നെ നമ്മൾ ഇവിടെ സ്ലിറ്റിൻ്റെ അത് അടിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് ആ ലെവലിൽ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് താഴേക്ക്. അവിടെ 11 ഇടും. 1 ഇഞ്ച് കൂട്ടി 1/2 ഇഞ്ച് 3/4 ഇഞ്ച് 3/4 ഇഞ്ച് തയ്യൽ തുമ്പിടുന്നുള്ളൂ. ഇത് വീതിയുള്ള തയ്യൽ തുമ്പ് വേണം. മടക്കടിക്ക് ഒരുപാട് വീതി വേണം. പിന്നെ ഈ എൻഡിൽ വരുന്നിട്ട് നമുക്കൊരു 1.5 ഇഞ്ചോളം ചരിച്ച് വെട്ടണം ഇവിടെ. എന്നിട്ട് വേണം മാർക്ക് ചെയ്യാൻ. അല്ല, ഇവിടെ അങ്ങോട്ട് തൂങ്ങിക്കിടക്കും. അതുകൊണ്ട് നമ്മളത് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മളിതിന് വരച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാമേ. ഇതാണ് നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇത് നമ്മുടെ സ്റ്റിച്ച് ചെയ്യാനുള്ള മാർക്കിങ്. ഇത് നമ്മുടെ സ്റ്റിച്ചിങ് അലവൻസാണ്. പിന്നെ നമുക്ക് വെട്ടിയെടുക്കാം. വെട്ടിയെടുത്തിട്ട് കാണിക്കാം.
അതിന് നമുക്കിവിടെ 1/2 ഇഞ്ചോളം തയ്യൽ തുമ്പിടണം. ഷോൾഡർ ചരിച്ച് വെട്ടണം. ഷോൾഡർ ചരിച്ച് വെട്ടണം. നമുക്കിവിടെ ആണല്ലോ നെക്കിൻ്റെ അളവ് വന്നിരിക്കുന്നത്. ഇതൊന്ന് ഇത്രയും മാർക്ക് ചെയ്യുമ്പോൾ 6.5 ഇഞ്ചോളം നമുക്ക് 1/2 ഇഞ്ചോളം ഇതിവിടെ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ 7 നമ്മൾ എടുത്തില്ല 6.5 ഇഞ്ചോളം മാത്രമേ കൈക്കുഴി വരുന്നുള്ളൂ. നമുക്ക് വെട്ടാം. ബാക്ക് സൈഡ് മാത്രമാണ്. എന്നിട്ട് നമുക്കിവിടെ ഇങ്ങനെ ഈ മടക്കിൻ്റെ അവിടെ ഒരു നോച്ചിട്ട് കൊടുക്കണം. കാരണം ഇത് സെൻറ്റർ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വെട്ടി ബാക്ക് സൈഡ് നമ്മൾ വെട്ടിക്കും. ഫ്രണ്ട് എടുത്ത് അത് രണ്ടായിട്ട് മടക്കി 2 ഭാഗമാണ് ഫ്രണ്ട് പീസിന്. ഇനി ബാക്ക് സൈഡ് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെക്കാം. നമുക്കത് ഒരു 3-3.5 ഇഞ്ച് അകലത്തിൽ മാർക്ക് ചെയ്യാം. താഴെ വരെ നമ്മളിവിടെ പ്ലീറ്റ് ഇട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 3.5 ഇഞ്ചോളം നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് എടുക്കണം. നമ്മൾ ഫ്രണ്ട് പോർഷൻ എടുത്ത് 2ആയിട്ട് മടക്കി ഇട്ടിരിക്കുകയാണല്ലോ. ഇത് നമ്മൾ ആദ്യം 3.5 ഇഞ്ച് മാർക്ക് ചെയ്യണം അകലം. ഇതൊരു മാർക്ക് ചെയ്തു. ഈ താഴ്വശം അതുപോലെ 3.5 ഇഞ്ച് അകലത്തിൽ മാർക്ക് ചെയ്യുക. നമ്മളിതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് എത്ര നീളത്തിൽ മാർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 13 ഇഞ്ചോളം നമ്മൾ നീളത്തിൽ മാർക്കണം. അത് നമുക്ക് അത് കഴിഞ്ഞൊരു ലൈൻ കൊടുക്കണം. നമ്മൾ മാർക്ക് ചെയ്യുവാണ്. നമ്മളിങ്ങനെ മാർക്ക്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ പ്ലീറ്റ് വരാൻ വേണ്ടിയിട്ടാണ്. പ്ലീറ്റ് വന്നു കഴിയുമ്പോൾ 1 ഇഞ്ചോളമേ നമ്മൾ പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞ് 1 ഇഞ്ച് മാത്രമേ കാണാവൂ. അപ്പം നമുക്കിവിടെ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കഴുത്തിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ ഈ കഴുത്തിന് നമ്മൾ ഇപ്പം നമുക്കിപ്പോൾ 3 ഇഞ്ചാണല്ലോ വേണ്ടത്. അപ്പോൾ ഇവിടെ 1 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു പടി വെച്ചടിക്കുമ്പം 1 ഇഞ്ച് വീതിക്കുള്ള പടിയാണ് വെച്ചടിക്കുന്നത്. അപ്പോൾ എന്നല്ല ഇവിടെ കറക്റ്റ് 1 ഇഞ്ചിൻ്റെ അവിടെ വരത്തുള്ളൂ. അപ്പോൾ അത് ക്ലോസ് ആയി പോകുന്നത്. അപ്പോൾ 1 ഇഞ്ചിൻ്റെ കൂടെ 3.5യുടെ കൂടെ നമ്മൾ ആ 1 ഇഞ്ച് ഇവിടെ അകലെ കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ കഴുത്ത് വീണ്ടും ചെറുതായിട്ട് പോയി. അപ്പോൾ നമ്മൾ ആ 1 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം. നമ്മൾ കഴുത്തകലം എന്ന് പറയുന്നത് 3.5 ആണെങ്കിൽ 1 ഇഞ്ച് കൂടെ കൊടുത്ത് 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഉണ്ടോ? നാലര ഇഞ്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഇതുണ്ടല്ലോ ഇവിടെ വരെ മാർക്ക് ചെയ്തില്ലേ അവിടോട്ട് നിങ്ങൾ ചരിച്ചങ്ങ് വെട്ടുക. ചരിച്ചങ്ങ് മാർക്ക് ചെയ്യുക.
ഇങ്ങനെ മാർക്ക് ചെയ്യും. ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വെട്ടി ഇങ്ങനെ അങ്ങ് പോവുക ചെയ്യുന്നത്. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ പടി വെക്കുന്നുണ്ട്, ആ പടി ഇവിടെ കറക്റ്റായിട്ട് കൈത്താളത്തിൽ നിൽക്കുകയും ചെയ്യും. നമ്മുടെ ഈ ഒരു ഇഞ്ച് ഇവിടെ ഒരു ഇഞ്ചെല്ലാം കിട്ടുന്നുള്ള ആ ഒരു ഇഞ്ച് ഇങ്ങനെ കവറായി പോവുകയും ചെയ്യും. മനസ്സിലായോ? അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇനിയും ചെയ്യേണ്ടത് നമ്മൾ ബാക്ക് സൈഡ് ഇങ്ങനെ ഇതിവിടെ 3.5 നമ്മൾ മാർക്ക് ചെയ്തില്ലേ, ആ 3.5 അകലത്തിൽ തന്നെ ഈ ബാക്ക് സൈഡ് മൊത്തം ഈ എൻഡ് വരെയും അതേ ലെവലിൽ തന്നെ വെക്കണം. വെച്ചിട്ട് നമ്മൾ ഈ ബാക്ക് സൈഡ് അതേപോലെ ഉണ്ട് കണ്ടോ, ഇതിങ്ങനെ തന്നെ ഇരുന്ന് ഇത് ഇങ്ങനെ വെട്ടി പിന്നെ ഫ്രണ്ട് സൈഡൊന്നും നമുക്ക് ഇച്ചിരി കുഴിച്ച് വെട്ടണം. പിന്നെ ഇതേ അളവിൽ തന്നെ അങ്ങ് വെട്ടി അങ്ങ് താഴ്വശം വരെ അങ്ങ് പോയാൽ മതി കേട്ടോ. എന്നാലേ ഇത് കറക്റ്റായിട്ട് നമുക്ക് അളവിന് മെഷർ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് വെട്ടിയിട്ട് ഞാൻ കാണിക്കാമേ. അത് നിങ്ങൾ ഇത് വെട്ടി കാണിക്കാം. അതിന് പേര് പിന്നും എല്ലാം കുത്തിയിട്ട് അതങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്ത് ചെയ്യണേ. നമുക്ക് വെട്ടാൻ തുടങ്ങാം. ഇങ്ങനെ കരാതിൽ ഇത് വെട്ടിക്കഴിഞ്ഞു. പിന്നെ ബാക്കി നമ്മൾ ബാക്ക് സൈഡ് അതേപോലെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഷോൾഡർ എടുക്കുന്നു, കൈക്കുഴി ഇടുക. അതിന് നമ്മൾ ഇത് ബാക്ക് സൈഡ് മാറ്റി നമ്മൾ കുറിച്ച് വിട്ടു ഫ്രണ്ട് സൈഡായിരുന്നു റെഡ് സൈഡ്. ബാക്കി അതേപോലെ തന്നെ വിടുക. എൻ്റെ പേരും കിട്ടി ഇടുക. കൈക്കുഴി നമുക്ക് കുഴിച്ചിട്ട് അതുപോലെ ഇത് നമ്മളിങ്ങനെ ചെറുതായിട്ട് ഒന്ന് അത്രയും പ്ലേറ്റ് കൊടുക്കുമ്പോൾ തന്നെ ഇതങ്ങ് ചെറുത് 1 ഇഞ്ചോളം വരും. അങ്ങനെ കൊടുത്തിട്ട് വേണം രണ്ട് സൈഡ് 2 പ്ലേറ്റ് ഇവിടെ ഇട്ട് കൊടുക്കുക, ഇപ്പുറത്ത് അതുപോലെ 2 പ്ലേറ്റ് ഇട്ട് കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിൻ്റെ സെൻറ്റർ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് സെൻറ്ററിൻ്റെ ഇവിടെ ഒരു വെച്ച് കൊടുത്താൽ അതിനായിട്ട് നമുക്കറിയാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ അല്ലേ. അങ്ങോട്ട് വിളിച്ച് വെക്കും വേണം. ഇവിടെ ആയിരുന്നല്ലേ എൻ്റെ സ്റ്റിച്ചിങ് എലവൻസ് അങ്ങോട്ട് ഇരിക്കുക. നമ്മൾ വെട്ടുമ്പോൾ ഇവിടെ ഇച്ചിരി കയറി വരും. ഇച്ചിരി കുഴിച്ച് നമ്മൾ വെട്ടണം. അല്ലെങ്കിൽ സ്ക്വയർ വരത്തിട്ടില്ല. ഇത് കണ്ടോ, ഇത് ഇത്ര അകലം വേണം. ഇത് കണ്ടുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. നമ്മളാദ്യം ഒരു പ്ലേറ്റ് ഇത്രയാണ്. അതുപോലെ ഇങ്ങോട്ട് അങ്ങോട്ട് കഴുത്തിൻ്റെ അകലം 1 ഇഞ്ച് അധികം ഇട്ടിട്ടില്ല. അതിങ്ങനെ വെട്ടണം. ഇത് നമ്മൾ ബാക്ക് സൈഡ് വെച്ച സൈഡ് വെച്ചാണ് വെട്ടിക്കുന്നത്. ഇതിങ്ങനെ വെട്ടി ചരിഞ്ഞ് പോകണം. അത് നമ്മൾ വെട്ടി കളയണം, അല്ല പിന്നെ മറന്നു പോകും. നമ്മൾ വെട്ടിക്കണം. നമ്മൾ പ്ലീറ്റ് എടുക്കണം. നമ്മൾ വെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്റർ വശം ഈ നോച്ചിട്ടിരിക്കുന്നില്ലേ, ഈ നോച്ചിട്ടിരിക്കുന്നിടത്ത് ഒരു 3/4 ഇഞ്ചോളം ആദ്യം ഈ സൈഡിൽ നിന്ന് ഒരു പ്ലീറ്റ് പിടിക്കുക, പിന്നെ ഈ സൈഡിൽ നിന്ന് അതേപോലെ പ്ലീറ്റ് പിടിക്കുക.
നീട്ടെടുത്തതിന് ശേഷം പിന്നെ ഈ മൂലയുണ്ടല്ലോ, ഈ മൂല കറക്റ്റായിട്ട് കൊണ്ടിട്ട് അത് ഇട്ട് വെക്കുക. ആ സൈഡും വെച്ചു, ഈ സൈഡും അതുപോലെ തന്നെ ഈ മൂലയിൽ നിന്നാണ് അതെല്ലാം വെക്കുന്നത്. നമുക്കിത് ഇപ്പോൾ അകലം വേണമെങ്കിൽ ഇച്ചിലൂടെ അകത്തി ഇങ്ങോട്ട് വയ്ക്കുക, ഇവിടെ അതുപോലെ അകത്തി വയ്ക്കുക. കറക്റ്റായിട്ട് നമുക്ക് എത്രയാണ് അകലമെന്ന് വെച്ചാൽ ഇവിടെ ഇച്ചിലൂടെ അകലം വേണമെങ്കിൽ ഇച്ചിലൂടെ അകത്താം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഐഡിയ പോലെ ചെയ്യുക. ഇപ്പം എങ്ങനെ വെച്ചു, നമ്മളിപ്പോൾ പടി എത്ര വീതിക്കുള്ള പടി എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അനുസരിച്ചാണ് ഇവിടെ അകലം വരിക. അതുപോലെ ഇതും ഇപ്പോൾ കഴുത്തുകൾ അടുത്തുണ്ടോ അപ്പോൾ ഇത് ഇപ്പോൾ കഴുത്ത് അടുത്തു ഇതിനുള്ളോട്ട് നമ്മളിങ്ങനെ ഇതിപ്പോൾ പാക്കറ്റ് പോലെ വരുമല്ലോ ഇവിടെ ഇങ്ങനെ. അപ്പോൾ ഏകദേശം ഇത്രയും ഭാഗത്തോളം ഇത് വരും. ഇവിടെ വരുന്നത് ക്രോസായിട്ട് ഇങ്ങനെ വരുന്നത്. നമ്മൾ മെഷീനെ കൊണ്ട് തയ്ച്ച് ചേർത്തിട്ട് ഇപ്പോൾ അളന്ന് നോക്കിയേ. ഇതിൻ്റെ അകലം കറക്റ്റ് 1.25 ഇഞ്ചോളേ വന്നിട്ടുള്ളൂ, സ്വല്പം കൂടുതൽ. അപ്പം നമുക്കിത് അത് കുഴപ്പമുള്ള കാര്യമല്ല. വേണമെങ്കിൽ ചൂട് അടുപ്പിച്ച് വെച്ച് ചില 1 ഇഞ്ചേ വരത്തുള്ളൂ. കണ്ടോ, 1 ഇഞ്ച് കറക്റ്റ് വരും. ഇപ്പോൾ അത് വാർന്നു പോയതുകൊണ്ടാണ്. അപ്പം അങ്ങനെ ചെയ്തിട്ട് ഇതിന് ഇവിടെ വരുന്ന പടി എന്ന് പറഞ്ഞാൽ 1 ഇഞ്ച് അകലത്തിലാണ് പടി കിട്ടും. ഇത് ഹക്കോബയുടെ മെറ്റീരിയൽ എടുത്താണ് ഞാനിത് പടി വെക്കും. ഇത് നമ്മുടെ ഒരു പേപ്പർ സ്റ്റിഫാണ്, നമ്മൾ നെക്കിന് സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളിതിന് 2 ഇഞ്ച് വീതി അല്ലെങ്കിൽ 1.25 ഇഞ്ച് വീതിക്ക് ഇത് മടക്കിയെടുക്കുക. ഇങ്ങനെ മടക്കുക. ഇപ്പം നമ്മൾ മുമ്പേ കഴുത്തിൻ്റെ ഇറക്കം എടുത്തിരുന്നത് 13 അപ്പം 1.5 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുക. മനസ്സിലായി? 1.5 ഇഞ്ച് കൂടെ കൂട്ടിയെടുത്ത് ഇതിൻ്റെ അടിയിലോട്ട് പോകുന്നത് 13 മതി നമുക്ക്. ആക്ച്വലി ബാക്കി ഭാഗം അതിൻ്റെ കീഴ്ഭാഗത്തോട്ട് പോകുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇല്ല എങ്കിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ 13 കറക്റ്റായിട്ട് സ്റ്റിഫ് എടുത്താൽ മതി, ബാക്കി തുണി നീട്ടിയിട്ടാൽ മതി കേട്ടോ. അങ്ങനെ ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ 13 ഇഞ്ച് എടുക്കുന്നുള്ളൂ. ഇത് മടക്കി ഇട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ രണ്ട് പീസായിട്ടാണ്. എന്നിട്ട് ഇതുവഴി നടുക്കൂടെ കീറും. ഞാൻ രണ്ടെണ്ണം എടുത്തിട്ട് രണ്ട് സൈഡിലേക്ക്. മനസ്സിലായല്ലോ? അങ്ങനെ വെട്ടിയെടുത്തു നടുവെ കീറിയെടുക്കണേ. നടുവെ നമ്മൾ കീറിയെടുക്കുന്നു. കറക്റ്റായിട്ട് കീറിയെടുക്കാം. 2 പീസ്. അപ്പോൾ ഇതിങ്ങനെ തുണി വെച്ച് തയ്ക്കുമ്പോൾ ഇതിങ്ങനെ വരും കഴുത്ത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമുക്കിങ്ങനെ തുണി വെട്ടിയെടുക്കാം. ഈ ഹക്കോബ തുണിയുടെ ഈ സൈഡിൽ നിന്ന് പറഞ്ഞാൽ ഇതില്ലാത്തതാണ്, എംബ്രോയ്ഡറി ഇല്ലാത്തതാണ്. നമ്മൾ ഇവിടെ അടിഭാഗത്ത് പകരത്തൊക്കെ വേണം. അടിഭാഗത്ത് പോയിക്കോളില്ലല്ലോ, അതും കൂടെ വെറുതെ കളയാതെ നമുക്കതോടെ ചേർത്ത് വെച്ച് അങ്ങനെ എടുത്താൽ മതി. ഇങ്ങനെ എടുത്ത് വെച്ച് ഇടിച്ചാൽ മതി. ഇങ്ങനെ രണ്ട് എണ്ണ എടുക്കാം. അപ്പം ഇതാണ് നല്ല വശത്ത് നമ്മൾ ചേർക്കുന്നത്. ചേർത്തില്ലെങ്കിൽ ഞാൻ ഇതിൽ ഈ ഇതിലൂടെ വെക്കുന്നുണ്ട്. അപ്പം മുമ്പേ കാണിച്ചതിനെക്കാളും സ്യൂട്ടബിളായിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇതും നമ്മളിതിൽ ചേർത്ത് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ 4.5 നീളത്തിൽ വേണം എടുക്കാനേ. ഒന്ന് കട്ട് ചെയ്യാം. ഈ ഭാഗം കട്ട് ചെയ്യുമ്പോഴും കുറച്ചുകൂടെ അധികം ഇട്ടുകൊണ്ടാണ് കട്ട് ചെയ്യുക കേട്ടോ. സ്റ്റിഫിനെക്കാട്ടി കുറച്ചുകൂടെ വലിപ്പത്തിൽ ഒരു 4 ഇഞ്ച് 4 ഇഞ്ചൂടെ വലിപ്പത്തിൽ ഇട്ട് വെട്ടുക. ഇത് നമുക്ക് രണ്ടെണ്ണം വേണമല്ലോ. അപ്പോൾ ഇതിലുള്ള വേറെണ്ണം കൂടെ 2 പോർഷൻ വേണ്ടി 2 എണ്ണം വെട്ടിയെടുത്തു. 1 രണ്ടെണ്ണം ഉണ്ടല്ലോ. ഇത് നമുക്ക് തയ്ച്ചെടുക്കാം. വേണ്ട, ഇത് കൈക്ക് ഹക്കോബയുടെ തുണിയാണ്. ഹക്കോബയുടെ തുണി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ
ഇത് 4 പീസുണ്ടേ. ഒന്ന് മടക്കിയിട്ടേക്കുക, 4 പീസല്ല, 4ആയിട്ട് മടക്കിയിട്ടേക്കുക. 1 2 ഇത് രണ്ടെണ്ണം വെച്ചാണ് 2 സൈഡും. അപ്പോൾ ഇതിന് നമുക്ക് കൈയുടെ നീളമെന്ന് പറയുന്നത് 11 ഇഞ്ച് മതി. അപ്പോൾ ഈ 11 ഇഞ്ചിൽ നമ്മൾ ഇങ്ങനെ പഫ് ഉള്ള സ്ലീവ്സാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ 11 ഇഞ്ചിൽ 3 ഇഞ്ച് ഇവിടെ നമ്മൾ പടി പോലെ മടക്കിയടിക്കുന്നുണ്ട്. 10 11 എത്രയാണെന്ന് വെച്ചാൽ അന്നേരം നമുക്ക് സ്യൂട്ടബിളായിട്ടുള്ള രീതി ചെയ്യും. അപ്പോൾ ഈ 8 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ വീതി നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 12 ഇഞ്ച് എടുത്താലെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും ഇങ്ങനെ ചുരുക്ക് വരത്തുള്ളൂ. അതുപോലെ ഇവിടെയും ചുരുക്ക് വരണം. എന്നിട്ട് നമ്മൾ പടിയടയ്ക്കുകയാണ്. അപ്പോൾ ഈ ടീനേജ് കുട്ടികൾക്കൊക്കെ സ്യൂട്ടായിട്ടുള്ളൊരു അപ്പം നമ്മൾ ഇവിടെ നിന്ന് അപ്പോൾ അതിൻ്റെ കൈക്കുഴി പഫ് സ്ലീവ് ആണ് നമ്മളൊരു 5 ഇഞ്ചാണ്, 4.5 ഇഞ്ച് എടുക്കാം. 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മളിങ്ങനെ വരച്ചെടുത്തിരിക്കും. ഇവിടെ ഇങ്ങനെ ഇച്ചിരി ഷാർപ്പായിട്ട് ഷേപ്പിൽ ഇവിടെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വരെയല്ല നമുക്ക് കൈപ്പിടി ഇവിടെ ഇങ്ങനെ സ്ലൈറ്റായിട്ട് ഇതുപോലെ അങ്ങ് ചതുരത്തിൽ അങ്ങ് വെട്ടിയെടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇതേന്ന് പടി ഇവിടെ ഇങ്ങനെ മടക്കടിക്കുക. അത് നമ്മൾ പ്ലീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എത്ര വേണമെന്ന് വെച്ചാൽ 7 ഇട്ടോ 8 ഇടും. 16 ഇഞ്ച് ചുറ്റുവട്ടത്തിലാകുമ്പോൾ 14 ഇഞ്ചോ 16 ഇഞ്ചോ നീളത്തിൽ ഒരു പടി എടുക്കുക. അത്രയേ ഉള്ളൂ കൈ എന്ന് പറയുന്നത്. ഇച്ചിരി മെനക്കെട്ടാൽ ഈസിയായിട്ട് നമുക്ക് തയ്ക്കാവുന്നതേ ഉള്ളൂ. നമുക്കത് വെട്ടിയെടുക്കാം. ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഇങ്ങനെ ഫ്രണ്ട് കുഴിച്ചു വെട്ടൊന്നുമില്ലേ, കാരണം പഫ് സ്ലീവ് ആയതുകൊണ്ട് നമുക്ക് അതിന് കുഴിച്ചു വെട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ വരും അല്ലേ. ഇവിടെ അതേപോലെ ശരിക്കും ഒരു പഫ് സ്ലീവായിട്ട് വരും. ഇപ്പം നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വരും. ഏകദേശം പഫ് ഇവിടെ അതുപോലെ. ബാക്കി നമുക്ക് ഇവിടെ പടി വെച്ചടിക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ലീവായിട്ട് തീരും. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് നമുക്ക് നോച്ചിട്ട് കൊടുക്കാം. കാരണം സ്ലീവ് 2 സൈഡിലേക്കും ഒരേപോലെ എടുക്കണമല്ലോ. ഇവിടെ അതുപോലെ ചെറിയൊരു നോച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിന് ലൈനിങ്ങോ ഒന്നും വെക്കുന്നില്ലേ. അപ്പോൾ ഇങ്ങനെ തിരിച്ചൊന്നും അറിയത്തൊന്നുമില്ല. ഓക്കെ. അപ്പോൾ സ്ലീവിടെ പടി എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ അന്നേരം വെട്ടിയിടുക, കാരണം അല്ലെങ്കിൽ വെട്ടിയേക്കാം. സ്ലീവിൻ്റെ പടി ഇതുപോലെ നമ്മൾ വീതിക്ക് എത്ര വീതി വേണ്ടതെന്ന് വെച്ചാൽ ചിലർക്ക് 1.5 ഇഞ്ച് മതിയാകും, ചിലർക്ക് 4 ഇഞ്ച് ഇഷ്ടമായിരിക്കും. അപ്പോൾ അത്രയും വീതി വെച്ച് പടി വെച്ച് തയ്ക്കുകയാണ്. അപ്പോൾ അത്രയും വീതിയിൽ 2 മടക്കായിട്ട് വെക്കണം. 2 പീസിട്ട് വേണം വെട്ടാൻ. അപ്പോൾ ഇതേപോലെ തന്നെ വേറൊന്ന് എത്ര നീളം വെട്ടുകയെന്ന് പറഞ്ഞാൽ ഇത്രയും 8 ഇഞ്ച് നീളത്തിൽ ഇങ്ങനെ വെട്ടിയെടുക്കുക. എന്നിട്ട് ഇത് 2 ആണ് ഒരു കൈയുടെ ഇവിടെ ചേർക്കുന്നത്. ഇത് തയ്ക്കുമ്പോൾ കാണിക്കാമേ.